റമളാൻ ഇതാ നമ്മൾ അടുത്തെത്തി നിൽക്കുകയാണ്. വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് റമളാൻ മാസം. അപ്പോൾ ഈ റമളാൻ മാസം ഞാൻ കൂടുതലും ഇബാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. റമളാൻ ഒരിക്കലും ഒരു ഫുഡ് ഉണ്ടാക്കണ മാസമല്ല, റമളാൻ ഫുഡ് കുറയ്ക്കണ മാസമാണ്. പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ച് വന്നൊരു ശൈലിയുണ്ട്, പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് അങ്ങോട്ട് മാറാനും ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു റമളാൻ മാസം ഞാൻ കിച്ചണിൽ ചെലവഴിക്കുന്നത് കുറച്ചിട്ട് ഇബാദത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സ്ത്രീകൾക്ക് പൊതുവേ ഈ റമളാൻ മാസം തീരെ സമയം കിട്ടൂല എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ കിച്ചണിലായിരിക്കും ഉണ്ടാവുക ഈ റമളാൻ മാസം. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ആ ഒരു സൈഡിൽ ഒരുപാട് എണ്ണ പലഹാരങ്ങൾ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പല ഫുഡുകളും ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു റമളാൻ മാസം മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ കിച്ചണിൽ ചെലവഴിക്കുന്ന സമയം കുറച്ചിട്ട് കൂടുതൽ ഇബാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. മീൽ പ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സിന്റെ ആവശ്യമൊക്കെ ഉണ്ടേനി. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം വന്നിട്ടുള്ളത്. കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിയാണ്. വീഡിയോ എടുത്തുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടോ. കാരണം ഷോപ്പ് ചെയ്യലും വീഡിയോ എടുക്കലും രണ്ടും ഒരുമിച്ച് നടക്കൂലെന്ന് തോന്നിയതുകൊണ്ടാണ്. ഈ ഒരു ഷോപ്പ് വരുന്നത് ഭവാദിയിലാണ് കേട്ടോ. ഈ 20 എന്നുള്ള ഇതിന്റെ തൊട്ടടുത്താണ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ഈ ഷോപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് പോന്ന് പിന്നെ വരുന്ന വൈമന്ന് അൽബേക്കിൽ പോയിട്ട് എല്ലാവരും ഓരോരോ ബർഗർ വാങ്ങിയിട്ടോ. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇനിയിപ്പം വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ എന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വാങ്ങാൻ പോയത് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണെങ്കിലും ഞാൻ സെറാമിക്കിൻ്റെ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിനേ. ഈ റമളാൻ ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ഭംഗിയുള്ള കുറേ മോഡൽ സെറാമിക്കിൻ്റെ പ്ലേറ്റ്സും ബൗൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വാങ്ങാതെക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിയിട്ടോ. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉള്ളതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാന്. ഇതിനെല്ലാത്തിനും 5.75 റിയാലാണ് കേട്ടോ വരുന്നത്. ഞാൻ 5 റിയാലിനാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിയത്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഈ 5 റിയാൽ കട ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയത്. ഇതിപ്പം റമളാൻ ആയതുകൊണ്ട് പുതിയത് വന്നതാ. ഓരോ പ്ലേറ്റ്സിനും 5 റിയാലേച്ചാണ്. അപ്പം ഞാൻ എല്ലാം സെറ്റാക്കി കണ്ട് പ്ലേറ്റ്, ബൗള് അങ്ങനെ ഒരേ ഡിസൈനിൽ വരുന്ന കുറച്ച് ഐറ്റംസ് എടുത്തിട്ടോ ഞാൻ അവിടുന്ന്. ഓരോരോ സമയത്തിനനുസരിച്ചിട്ട് നമ്മളെ ഇഷ്ടങ്ങളും പ്രയോറിറ്റിയും ഒക്കെ മാറുന്നത് നമ്മൾ പോലും അറിയാതാണ്. പണ്ടൊക്കെ ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ ഞാൻ നേരെ ഫാൻസി ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് പോവുക. വള, മാല, കമ്മൽ അങ്ങനത്തതൊക്കെ ഇനി പണ്ട് എനിക്കിഷ്ടം. പണ്ടിൻ്റെ അമ്മ ഇതേമാതിരത്തെ സെറാമിക്കിൻ്റെ പ്ലേറ്റ്സും ഇതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്തിനാ വെറുതെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണത് എന്നാണ്. അപ്പം എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് എൻ്റെ അമ്മ വാങ്ങിയതൊന്നും ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നണത്. കാരണം ഇപ്പം അതിനെക്കാട്ടി അപ്പുറമാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ അഥവാ വാങ്ങാതെ ഞാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ അതന്നെ ആവും. ആ സാധനങ്ങളോ ആ ഷോപ്പിൽ പോയിട്ട് ആ സാധനം നോക്കിയതും അത് വാങ്ങിയില്ലല്ലോ, അത് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിലും നല്ലത് വാങ്ങിയിട്ട് വരുന്നതാണ്. അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഈ വക ഐറ്റം. പിന്നെ ഇതാ ഇത് റമളാനിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയതാണ് കേട്ടോ. ഇതേമാതിരത്തെ ഗ്ലാസും എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ ഈ കണ്ട ഇത്രയും ഐറ്റംസ് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാട്ടോ. എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 കപ്പ് വേണ്ടേനി. അപ്പോൾ അത് വാങ്ങി. പിന്നെ കുറച്ച് ജ്യൂസ് ഗ്ലാസ്സസ് വാങ്ങി. അതൊക്കെ ആണല്ലോ ആവശ്യം ഉണ്ടാവുക. അവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി തീർന്നു പോയിനി. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്ലാസ്സസ് ഒക്കെ വാങ്ങി. 2 ജഗ് വാങ്ങിയതിൽ ഒരു ജഗിൻ്റെ മൂടി പൊട്ടിപ്പോയിന്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേനി. ഒന്ന് നോക്കിയെടുത്തേല് രണ്ടാമത്തത് അതേ സെയിം സാധനം ബോക്സോട് എടുത്തേൽ മൂടി പൊട്ടിയത് ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. പ്രധാനമായിട്ട് പോയിട്ടുള്ള സാധനമാണ് ഈ കണ്ടെയ്നേഴ്സ്. അത് കുറച്ചെണ്ണം വാങ്ങി. പിന്നെ ദാ ഈ കൈക്കലക്കൂട്ട്, ഈ ഗ്ലൗസ് മോഡല് അതൊക്കെ വാങ്ങി. ഇത് 3 സെറ്റാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ 2-3 സാധനങ്ങൾ വാങ്ങാൻ മറന്നുപോയിനെ. സാധാരണ ഞാൻ ലിസ്റ്റ് എഴുതി കണ്ടാണ് പോകല്. ഇപ്രാവശ്യം ഓർമ്മിച്ച് അങ്ങനെ വാങ്ങിയതുകൊണ്ട് 2-3 സാധനങ്ങൾ മറന്നു പോയിട്ടുണ്ട്. പിന്നെ മീൽ പ്രിപ്പ് ചെയ്യുന്നത് കൈയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കട്ടോ. കാരണം വീഡിയോ ചിലപ്പോൾ ഞാൻ എടുക്കാൻ മതിയാവും. പക്ഷെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് അതിനാണ് കൂടുതൽ സമയം പിടിക്കുക. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യണതിൻ്റെ മുന്നേ റമളാനായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് ഷെയർ ചെയ്യാൻ കഴിയൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിനും ഇതിനുമായിട്ട് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കില്ല റമളാനിൽ. പിന്നെ പുകയ്ക്കുന്നത് വാങ്ങി. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുടയ്ക്കുന്ന തുണികൾ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങി. പിന്നെ
എപ്പം പോയാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ ഇലൂന് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ്. അപ്പോൾ അത് 2-3 വാങ്ങിയിട്ടോ അവിടുന്ന് നല്ലത് കണ്ടപ്പം. അങ്ങനെ ഈ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം പരന്നെടുക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട്. പിന്നെ 2 ബൗള് പൊട്ടീന് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറേ കവറുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതങ്ങനെ പിടിച്ചതിൽ ഒരു കവറ് കൈ വിട്ടു പോയതാണ്. അങ്ങനെ നിലത്ത് വീണ് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ ഉള്ളത് കിച്ചണൊന്ന് സെറ്റ് ചെയ്യാനാണ്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുറേ കണ്ടെയ്നേഴ്സ് അഥവാ സ്പൈസസ് ഒക്കെ ഇടുന്ന ജാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കേകി വൃത്തിയാക്കി അതിൽ സംഭവങ്ങളൊക്കെ നിറച്ച് വെച്ചാണ്. ഇനി കിച്ചണൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് റമളാൻ ആവുമ്പോഴത്തേനും വീട് മൊത്തം ഒരുങ്ങി സെറ്റാവുക എന്നുള്ളത് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ നനച്ചുള്ളിപ്പണിയൊക്കെ ആരുണ്ടാക്കിയതാണെന്ന് അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നനച്ചുള്ളിപ്പണി നമ്മൾ മൊത്തം സാധനങ്ങളും കഴുകി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ തിരിച്ച് റിട്ടേൺ വെക്കുകയാണല്ലോ ചെയ്യുക. പക്ഷെ ഇവിടെ സൗദിയിൽ അങ്ങനല്ല. സൗദിയിൽ ഓല് പഴയത് ഒഴിവാക്കി പുതിയത് വാങ്ങുകയാണ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ വീടൊക്കെ ഒരുക്കി റെഡിയാക്കി റമളാനിനെ വരവേൽക്കുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓരോ രാജ്യത്തും അത് ഓരോ രീതിയിലാണ് ചെയ്യണത് എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.